മോളെ ഇത് കൊറേ നേരായിട്ടാ ഫോണുമ്പോ ഇങ്ങനെ ഇരുന്ന് കളിക്കണത്. എന്നോട് ഞാൻ കൊറേ നേരമായി ആ ഫോൺ എടുത്തേക്ക് പറഞ്ഞു. എത്ര നേരമായി ആ ഫോണുമ്പോ അങ്ങനെ ഇരുന്ന് കളിക്കണത്? കണ്ണിനാണ് കേട് വരിക. പെൺകുട്ടിയോട് എത്ര പറഞ്ഞാലും കേൾക്കൂല, ഫോണുമ്പോ കൂടുതൽ കളിക്കരുത്. എവിടെ പറഞ്ഞാ ഒരു അനുസരണ അത് തന്നെ സ്കൂൾ അവൾക്ക് പോയിട്ടില്ല. ഫോണിന്റെ കാര്യത്തിൽ 24 മണിക്കൂർ റീലും അത് ഇതും ഇങ്ങനെ കണ്ടിരിക്കന്നെ. ഇജെന്താ സൂലോ ഒറ്റക്ക് ഇങ്ങനെ സംസാരിക്കണേ? അതൊന്നും പറയാതിരിക്കാണ് ഇപ്പൊ ഏറ്റവും നല്ലത്. 24 മണിക്കൂറും ആ പെൺകുട്ടി ആ ഫോണുമ്മ തന്നെ എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കന്നെ. എത്ര എടുത്തേക്കാൻ പറഞ്ഞാലും ഓള് കേൾക്കൂല. അതിനെ പറ്റി ഇങ്ങനെ പറയാണ് ഓളോട്, ഞാൻ ആ ഫോണൊന്നും എടുത്തേക്ക് എന്നുള്ളത്. ആ അത് ഇവിടെന്നല്ല, എല്ലായിടത്തും ഇപ്പൊ അതന്നെയല്ലേ. ആ ഒരു കുന്ത്രാണ്ടല്ലാത്ത ജീവിതം ഇല്ലല്ലോ ഇപ്പൊ. ആദ്യത്തെ പറഞ്ഞത് ശരിയാണ്. പണ്ടത്തെ കാലത്തെ ഒരു ഫോണും ഇല്ല, ഒന്നുമില്ല. ഒരു റേഡിയോ ഉണ്ടാവും, രാവിലെ 7:30 ഒരു വാർത്ത വരും, ഒരു 8 മണിയാകുമ്പോ ഒരു ചിത്രഗീതം വരും. അതിൽ തന്നെ നമുക്കറിയാം എല്ലാതും. അതായിരുന്നു നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ എല്ലാ കുന്ത്രാണ്ടും അറിയാൻ പറ്റും. മിനിറ്റിന് നേരെ എല്ലാ കുന്ത്രാണ്ടും ഫോണിൽ അറിയാം. ഇമ്മ വലിയ ഇപ്പൊ 2-3 പ്രാവശ്യമായി വിളിക്കണ്. ഒന്നാണ്ട് വിളിച്ചു നോക്കി, ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിനാവും. എന്താ ആവശ്യം? ഒരാവശ്യമില്ല ഉമ്മമാക്കേ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വിളിച്ചോണ്ട് ഞാൻ ഇതിപ്പോ അതവിടെ കൊണ്ടുവെക്കും. ആ ഈ ഫോണേ ഞാനിവിടെ വെക്കാം. ഇമ്മാന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വിളിച്ചു നോക്കി. അനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ സൂര്യ? ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിനാവും. അല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കൂലല്ലോ. ഇത്താക്കെന്താ? ഇമ്മ വെറുതെ വിളിക്കാണ് ഇത്ത. ഇമ്മ വിളിക്കണ എന്തിനാന്നറിയാം? ചായ കുടിച്ചോ, ചോറായോ, ഒന്ന് എന്താ മീൻ കിട്ടി, പെരയത്തെ പണിയൊക്കെ കഴിഞ്ഞോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്നാലും വിളിക്കണേ. 2-3 പ്രാവശ്യം ഒരു ദിവസം തന്നെ വിളിക്കും. വെറുതെ വിളിക്കാണ്. ആ അനക്ക് അങ്ങനെ ചോദിക്കാനെങ്കിലും ഒരാളുണ്ടല്ലോ. ഇക്കിപ്പൊ അതും ഇല്ല. ഇവിടെ ആരും ഇല്ലേ? ആ ഇത്ത, ഞാൻ ഇവിടെ അടുക്കളയുണ്ട്, ഇങ്ങോട്ട് വരി. ആ നിങ്ങളിവിടെ അടുക്കളയിലാണല്ലേ? ഞാനേ എന്റെ മോളെ കല്യാണം പറയാൻ വേണ്ടി വന്നതേന്ന്. എല്ലാരും നേരത്തെ തന്നെ വരുകൊണ്ടിട്ടാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നാ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഈ 21-ാം തീയതി ആണ്ട്ടാ കല്യാണം. എല്ലാരും നേരത്തെ തന്നെ വരണം. 25 പാവം കൊടുത്തിട്ടാണ് ഞാൻ കെട്ടിക്കണതേ. അപ്പൊ എല്ലാരും നേരത്തെ വരുകൊണ്ടിട്ടാ. എന്റെ മോളെ കല്യാണത്തിന് തലേന്ന് തന്നെ എല്ലാരും വരുകൊണ്ടി. നിങ്ങളെ മോളില്ല ഇവിടെ? മോളോടും പറയുകൊണ്ടിട്ടാ. ഇന്ന് ഞാൻ ഇറങ്ങട്ടെ. അതിനെന്താ, ഞങ്ങള് വരണ്ട്. ഇപ്പൊ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. ഏയ് ചായ ഒന്നും വേണ്ട. കൊറേ പെരയില് ഇഞ്ഞും പറയാണ്ട് പറഞ്ഞു തീർന്നിട്ടില്ല. മോളെ ഞാൻ ഒറ്റക്ക് പെരയിലാക്കിക്ക് വന്നിട്ടാണ്. മോളവിടെ ഒറ്റക്കാണ്. എന്നാ ഞാൻ പോട്ടെട്ടോ. നേരത്തെ വരണട്ടാ. ഞാൻ അത് വരണ്ടല്ലോ, നിങ്ങൾ വരുകൊണ്ടിട്ടാ. എന്നാ ശരി. എല്ലത്താ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത്താക്ക് അറിയവരെ? ഇവരെ എല്ലാ മാസം ഇതേമാതിരി വരും, കല്യാണം പറഞ്ഞുകൊണ്ട് പോകും. 21-ാം തീയതി കല്യാണാണ്, എല്ലാരും വരണം, പെരക്കാരെ കൂട്ടി വരണം എന്നങ്ങാണ്ടി എല്ലാ മാസം വന്ന് പറഞ്ഞു പോ. ഇവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? അതോ പെരക്കാരറിയാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണോ? ഇതേമാതിരിക്ക് തന്നെ ചായ തെറ്റെന്ന് വെച്ചാൽ ഒരു പറയും ചായ വേണ്ട, ഒരുപാട് സ്ഥലത്ത് കല്യാണം പറയാൻ പോവാണ്ട് എന്നറിഞ്ഞിട്ട് പോവും ചെയ്യും. അതേമാതിരിക്ക് തന്നെ പിറ്റത്തെ മാസം വരും ചെയ്യും. ഇത്താക്ക് അറിയവരെ? നിന്റെ പൊന്നാര സൂര്യോ, ഒരാണെടുത്തന്റെ തുണയില്ലാതെ മകളെ ഒറ്റക്ക് നോക്കി വളർത്തി ഉണ്ടാക്കിയതിന്റെ മകള് കൊടുത്ത കൂലിയാണ് അതിന് ഈ ഭ്രാന്ത്. അതിങ്ങനെ നെയ്നില സൂര്യോ, നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ മകളെ അത് പൊന്നു പോലെ നോക്കി ഉണ്ടാക്കിയത്. ആയ കാലത്തെ കെട്ടിയൊട്ടെറിഞ്ഞു പോയതേന്ന്. 4 പെരയില് പണി എടുത്തിട്ടും എല്ലാ പണിക്കും പോയിക്കണു. ഒരു പണിക്കും ഈ പമ്പറന്നോള് പോവാത്ത ഇല്ല. പക്ഷെ ലാസ്റ്റ് അതിന് കിട്ടിയ സമ്മാനാണ് ഈ ഒരു അസുഖം. മോളെ, ഇമ്മ പോയിട്ടേ ഇന്ന് മേം വരും. എന്റെ ഫ്രണ്ട്സിനോടൊന്നേ കല്യാണം പറയാൻ മറക്കണ്ടട്ടാ. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മ പണിക്ക് പോണുള്ളൂ. നീ പറയാൻ മറക്കരുതിട്ടാ എന്റെ ഫ്രണ്ട്സിനോടൊന്നും. എന്റെ പൊന്നുമ്മ, നിങ്ങളൊന്ന് സമാധാനപ്പെടി. ഞാൻ എല്ലാരോടും പറഞ്ഞോണ്ട്. ഞാൻ ആരോടും പറയാൻ മറക്കൂല കല്യാണം. ഇമ്മ പിന്നെ നിങ്ങളിന്നെ വെറുക്കുവോ? വെറുക്കേ?
ഞാൻ ഇപ്പൊ എന്തിനാ അന്നെ വെറുക്കണത്? വെറുക്കാൻ മാത്രം തെറ്റിപ്പോ ഉമ്മാട്ടി എന്താ ചെയ്തത്? ഏ ഒന്നുമില്ലമ്മ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇനിയിപ്പേ നേരെ വെക്കണ്ട, നിങ്ങള് വേഗം ജോലിക്ക് പോയിട്ട് പോര്. ഇന്നമ്മ പോയിട്ടേ വരാം. അമ്മന്റെ മുഖത്ത് കരിയൊന്നും ചെയ്യല്ല, പോയിട്ട് വരട്ടാ. ചെലപ്പോ ഞമ്മ 4 പുറം നേരെ ആക്കാനേ ഒരു ഇത്ത വരുട്ടാ. ഇതൂടെ ഉണ്ടാവൂല. എന്നാ പോയിട്ട് വരട്ടാ. ആ ആ ഉമ്മ, പിന്നെ എന്താ മോളെ, ഇന്നെ ഒറ്റക്കാക്കിയിട്ടേ വേറെ വീട്ടിക്ക് പോണ കാര്യം ആലോചിച്ചിട്ടാണ് മോൾക്ക് വിഷമം. എന്നാ മോൾക്ക് ആ വിഷമം വേണ്ട. ഇമ്മാക്കിപ്പേ നല്ല സന്തോഷം മോളെ. അന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് എന്റെ ഉപ്പേ ഇമ്മാനെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിന്റെ കൂടെ പോയത്, ഉമ്മാനെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അന്ന് മുതലേ ഇമ്മേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ. ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പെരയിൽ ഞാൻ പോയിട്ടുണ്ട്. വാർപ്പും പണി വരെ വേറെ എന്തൊക്കെ പണി, എടുക്കാത്ത പണിയൊന്നും ഇല്ല മോളെ. മോൾക്ക് വേണ്ടിയിട്ടാ ഇമ്മ ഇതുവരെ ജീവിച്ചത്. പക്ഷെ ഇന്നിപ്പോ ഉമ്മാക്ക് ഒരുപാട് സന്തോഷാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാല് മോളെ കല്യാണമായി. ഇമ്മ പണിക്ക് പോയ അന്ന് മുതല് കൂട്ടി വെച്ചുണ്ടാക്കി പൈസട്ടാണ് ഇപ്പൊ മോൾക്ക് സ്വർണ്ണം എടുത്തിക്കുന്നത്. ഇതിലും വലിയ സന്തോഷമൊന്നും ഉമ്മാക്ക് വേണ്ടല്ലോ. ഒരാളെ കയ്യും കാലും പിടിക്കാതെ തന്നെ അന്ന് കെട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക്. ഉമ്മാക്ക് അത് മതി. ഇമ്മ എന്നാലേ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ പറഞ്ഞാലേ ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോകും. അമ്മ ഞാൻ പോയിട്ട് വരട്ടാ. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മ ഇനി പണിക്ക് പോകണുള്ളൂ. അമ്മ ഞാൻ പോയിട്ട് വരാം. ഇത് വാതിലടച്ചിരിക്കോണ്ടിട്ടോ. ഇന്നമ്മ പോയിട്ട് പോരും. ഇങ്ങനൊരു പ്രതീക്ഷയാണ് ഉമ്മാക്കുള്ളത്. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാനോട് ഞാൻ ചെയ്യുന്ന ചതിയല്ല. ആണെങ്കിൽ അവനെ മറക്കാൻ പറ്റൂല. സാരല്ല, കുറെ കഴിഞ്ഞുമ്മനെ ഞങ്ങൾ തിരിച്ചു വിളിക്കും. അത് ഉറപ്പാ. ഉമ്മാക്ക് ഞാൻ വയ്യാതെ പറ്റൂല. 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് വരും ചെയ്യാലോ. ഇവിടെ ആരും ഇല്ലേ? ഒന്ന് ഉറങ്ങാണോ? അതിവിടെ ഇല്ല. ഇപ്പൊ ജോലിക്കായിട്ട് പോയാണ്. ലീവ് ചോദിച്ചാൽ ലീവ് തരാൻ എന്തൊരു മടിയാണ്. നേരം കഴിയാണ്ട് വേണ്ടായിട്ട്. ഇത്ത പണി കഴിഞ്ഞ് വരികയാണാ? മോളെ കല്യാണം ഇവിടെ അടുത്തല്ലേ? പണി കഴിഞ്ഞ് വരികയാണ്. കല്യാണം ഇവിടെ അടുത്ത്. നേരത്തെ തന്നെ വരണട്ടോ കല്യാണത്തിന്. അതിനെന്താ, നേരത്തെ തന്നെ വരാലോ. ഞാൻ ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ പോയിട്ടാ വരണത്. അവിടെ ആരും ഇല്ലേ? ഞാൻ കൊറേ പോയിട്ടേ ബെല്ലടിച്ചു. ഞാൻ ഓളെ കല്യാണ ഡ്രസ്സ് ഒന്ന് കാണാലോചിച്ചിട്ട് വന്നതായിരുന്നു. ആരും കണ്ടില്ല. പെണ്ണേ അവിടെ കിടന്ന് ഉറങ്ങുണ്ടാവും. എന്താ ചൂടില്ലേ? വേറെ ഇപ്പൊ എന്താ പെണ്ണിന് പണിയുള്ളത്? വേറെ 2 പുറം അടിച്ചിട്ട് കാണ്ടേ ആ പെണ്ണ് കിടന്ന് ഉറങ്ങുണ്ടാവും. വേറെ ഒന്നുമല്ല, ഉറക്കിന്റെ പിച്ചാണ് പെണ്ണിന്. നാളെ കല്യാണം കഴിച്ച പെണ്ണിന്റെ അവസ്ഥ എന്താന്ന് ആർക്കറിയാം. ഇപ്പോഴും കുട്ടികളി മാറിയിട്ടില്ല. ഇജ് നാളെ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഡ്രസ്സ്. ഇനിയിപ്പോ വേണ്ടത്താ, ഞാൻ നാളെ പിന്നെ വരണ്ട്. ആയിക്കോട്ടെന്ന് വെച്ച് പിന്നെ വാ. അല്ലേ പറയുമ്പോൾ തന്നെ ഈ പെണ്ണ് ഒന്നായിട്ട് അടച്ചു കൂട്ടിട്ടിക്കണല്ല. ഇതൊക്കെ തുറന്നിട്ടിട്ട് കോൾ കൊടുക്കാൻ പോയിക്കണേ. അടുക്കളയുടെ വാതിലും തുറന്നിട്ടിക്കണല്ല. എടാ, ഇത് തുറന്നിട്ടിട്ടാണ് ആ പെണ്ണ് കിടന്ന് ഉറങ്ങിയിരിക്കണത്. വല്ലാത്തൊരു പെണ്ണ്. മോളെ മോളെ ഈ പെണ്ണ് കൊടുക്കേ പോയി? മോളെ ഞാൻ തുറക്കുന്നുണ്ടോ? മോളെ മോളെ
ക്ഷമിക്കണം. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല ഉമ്മ. ഞാൻ വേറൊരാളെ സ്നേഹിക്കണുണ്ട്. അയാളെ കൂടെ പോവുകയാണ് ഞാൻ. ഞങ്ങൾ അന്വേഷിച്ച് വരരുത് പ്ലീസ്. ഉമ്മ ഉമ്മ എന്നോട് പൊറുക്കണേ. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റൂല ഉമ്മ. ഉമ്മ ഈ പെണ്ണിനോട് പൊറുക്കണേ. എനിക്ക് അവനെ മറക്കാൻ പറ്റൂല ഉമ്മ. പോയില്ലേ അന്ന് മുതൽ സമനില തെറ്റിയതാണ് അതിൻ്റെത്. പിന്നെ എല്ലാ മാസവും നടക്കും ഓരോ വീട്ടിലും ഓളെ കല്യാണം പറയാനായിട്ട്. അതിപ്പോൾ ആ കല്യാണമൊക്കെ ഒരിക്കലും കെടുക്കുകയാണ്. അതിന്റെ മനസ്സിപ്പോഴും ആണോ? പാവല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാനോട് ആ മോൾക്ക് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ആ മക്കളെ നല്ലപോലെ പൊന്നുപോലെ നോക്കിണ്ടാക്കിയേ വളർത്തിയേനെ മകള് കൊടുത്ത ശിക്ഷയാണ് അതൊക്കെ. ഞാൻ എന്നാ പോട്ടെ, ഞാൻ വന്നിട്ട് ഇപ്പൊ കൊറേ നേരമായില്ലേ. കഥ പറഞ്ഞു നിന്നാലേ നേരം പോണത് അറിയില്ല. ഞാൻ നാളെ പിന്നെ വരട്ടാ. ഞാൻ വെറുതെ അവിടെ ഇരുന്നപ്പോഴേ ഞാനൊന്ന് കാണാലോചിച്ചിട്ട് വന്നതാണ്. എന്നാ ശരി, ഞാൻ പിന്നെ വരട്ടാ. ഇമ്മ വലിയ ഇപ്പൊ 2-3 പ്രാവശ്യമായി വിളിക്കണ്. ഇപ്പൊ ഒന്നാണ്ട് വിളിച്ചു നോക്കി, ചിലപ്പോ എന്തെങ്കിലും ആവശ്യത്തിനാവും. ഓണോട് ഉമ്മാക്കൊന്ന് വിളിച്ചേക്കാം. ഹലോ ഉമ്മ, ഇമ്മ വിളിച്ചിരുന്നില്ലേ? എന്താ വിളിച്ചത്? ഞാൻ ഇവിടെ പണിത്തിരക്കിലായിരുന്നു ഉമ്മ. പിന്നെ അയൽവാസി വന്നിരുന്നേ, അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോ നേരം പോയത് അറിഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല ഉമ്മാക്ക്. ഇമ്മ ചായ കുടിച്ചാ? ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. ആ ഇന്നമ്മ ഞാൻ കുറച്ചുണ്ട് വിളിക്കേ. ഞാനേ പണിയിലാണ്, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഉമ്മാക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ? ഇല്ല മോളെ. ആ എന്നാ ശരി. എന്നാലും ആ ഇമ്മാനോട് ആ മോൾക്ക് അങ്ങനെ ചെയ്യണ്ട. ഇനി എന്റെ മനസ്സാണല്ലോ വേവലാതിപ്പെട്ടത്. ഇത്താന്റെ കഥ അറിയണ്ടായിരുന്നു. പഠിച്ചോനെ, ഇങ്ങനത്തെ ഒരു ബുദ്ധി ഒരു മക്കൾക്കും കൊടുക്കല്ലേ. ഇക്കൊണ്ടൊരു പെൺകുട്ടി വളർന്നു വരണം.